ഇത്തരത്തിൽ ഒരു വർഷം 6 ബാച്ച് കോഴിക്കുഞ്ഞുങ്ങളാണ് രമേശിന്റെ ഹൈടെക് ഫാമിൽ നിന്നും വളർച്ചയെത്തി വിപണിയിലേക്ക് യാത്രയാവുന്നത്. രമേശിന്റെ കോഴി ഫാം ഹൈടെക് പദവിയിലേക്ക് എത്തുന്നത് നിപ്പിൾ ഡ്രിങ്കർ, ഫോഗർ, ഹാലജൻ ബൾബുകൾ, സെൻസർ തുടങ്ങിയ ഉപകരണങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ്. ഒരു ദിവസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് വളർച്ചയ്ക്ക് അനിവാര്യമായ ഘടകം ചൂട് നൽകുക എന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് ചൂട് ലഭ്യമാകാനാണ് ഫാമിൽ ഹാലജൻ ബൾബുകൾ ഒരുക്കിയിരിക്കുന്നത്. സാധാരണ ബൾബുകളേക്കാൾ ചൂട് അധികം നൽകാൻ ഈ ബൾബുകൾക്കാകും. മൂന്ന് മീറ്റർ വ്യാസത്തിൽ 500 കോഴിക്കുഞ്ഞുങ്ങളെ വളയത്തിനുള്ളിലാക്കി അതിന് മുകളിലായാണ് ബൾബുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഹൈടെക് എന്ന് പറയാൻ നേരത്ത് ഏറ്റവും പ്രധാനം നമ്മൾക്ക് കോഴിക്ക് ചൂട് കൊടുക്കുന്നത് വളരെ പ്രധാനം കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഡേ ഓൾഡ് ചിക്സ് വന്നു കഴിഞ്ഞാൽ കോഴിക്കുഞ്ഞിന് നമ്മളുടെ ബ്രൂഡിംഗ് ചേമ്പറിൽ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ നേരത്തെ എല്ലാം നമ്മൾ ബ്രൂഡിംഗ് ചേമ്പറിൽ കിട്ടുമ്പോൾ 100 വാട്ട്സിൻ്റെ ബൾബിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടണ മാക്സിമം ഒരു നമ്മളതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ 20-25 കൂടുതൽ കിട്ടില്ല പാരൻഫിറ്റ്. അല്ലെങ്കിൽ എൻ്റെ എന്തെന്നാണ് പറയണത്, പാരൻഫിറ്റ് എന്ന് കൂടുന്ന ടെമ്പറേച്ചർ കിട്ടില്ല. അപ്പോൾ അത്രയും ബൂസ്റ്റ് ചെയ്ത് വരാൻ കപ്പാസിറ്റിയുള്ള സംവിധാനം കൊടുത്താൽ മാത്രമേ 35 വേണ്ടിടത്ത് ഒരു 40 മിനിമം 40-45 മിനിമം കിട്ടുന്നതിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ബൾബ് പറ്റില്ല. ബൾബുകളോട് ചേർന്ന് ഘടിപ്പിച്ചിരിക്കുന്ന സെൻസർ സംവിധാനം ബൾബുകളിൽ നിന്നുള്ള പ്രകാശത്തിന്റെയും ചൂടിന്റെയും അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. അതിനാൽ അന്തരീക്ഷത്തിലെ താപനിലയനുസരിച്ച് ബൾബുകളുടെ പ്രകാശം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുന്നു. ബ്രൂഡർ സെറ്റ് മുഴുവൻ കൺട്രോൾ ചെയ്യണത് ഇത് കൺട്രോൾ ബോർഡാണ്. ഈ കൺട്രോളിനകത്ത് സെൻസറാണത്. ഈ സെൻസറിൽ റീഡ് ചെയ്തിട്ടാണ് ഈ ലൈറ്റിന് മുഴുവനും ഈ ബോർഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് ചൂട് കൂടുതലുള്ളപ്പോൾ കുറക്കാനും കുറവുള്ളപ്പോൾ കൂട്ടാനും ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റാണത്. കോഴിക്കുഞ്ഞുങ്ങൾക്ക് വേണ്ട താപനില മനുഷ്യ സഹായമില്ലാതെ സ്വയം ക്രമീകരിക്കുന്നുവെന്നതാണ് സെൻസർ സംവിധാനത്തിന്റെ മെച്ചം. ഇത്തരത്തിൽ താപനില ക്രമീകരിക്കുന്നതിലൂടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഊർജവും ഉണർവും ലഭ്യമാകുന്നു. ചൂടേറ്റ് വളർച്ച പ്രാപിക്കുന്ന കോഴികൾക്ക് വേനൽക്കാലമായാൽ പല രോഗലക്ഷണങ്ങളും ചൂടിന്റെ കാഠിന്യത്തിൽ കാണുന്നത് സാധാരണമാണ്. ഇത്തരത്തിൽ കോഴികൾ ചാകുന്നതിനും സാധ്യതയേറെയുണ്ട്. പക്ഷേ രമേശിന്റെ ഹൈടെക് കോഴി ഫാമിൽ വിരുന്നെത്തുന്ന കോഴികൾക്ക് ചൂടിന്റെ ശല്യം തീരെ ഉണ്ടാവില്ലെന്ന് മാത്രമല്ല, വേനൽ ചൂടിൽ കത്തുന്ന അന്തരീക്ഷത്തിലും ചൂട് അനുഭവപ്പെടാതെ മഞ്ഞു പുതഞ്ഞ അന്തരീക്ഷത്തിൽ വിശ്രമിക്കാനും അവസരമൊരുക്കിയിരിക്കുകയാണ്. ഫാമിനുള്ളിൽ ഒരുക്കിയിരിക്കുന്ന ഫോഗർ സംവിധാനം ഫാം ഒരു മഞ്ഞു കൂടാരമാക്കി മാറ്റുന്നു. കഠിനമായ ചൂട് നിയന്ത്രിച്ച് ആശ്വാസം പകരുന്നു ഫോഗർ. ചൂട് കൂടുമ്പോഴേക്കും ഇവർക്ക് അണക്കാൻ തുടങ്ങും. ചിറകെല്ലാം താഴത്തേക്കിട്ട് തൊണ്ട ഇങ്ങനെ മുകളിലേക്ക് പൊക്കി പിടിച്ചൊരു ശബ്ദം ഉണ്ടാക്കി തുടങ്ങും. ആ ടെമ്പറേച്ചർ കയറുമ്പോഴാണ്. ആ സമയത്ത് നമ്മുടെ ഫോഗർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു പരിധിവരെ ശരിയാക്കാൻ പറ്റും. ഇറച്ചിക്കോഴികൾക്ക് തീറ്റയും വെള്ളവും നൽകുക എന്നത് പുതുമയുള്ള ഒന്നല്ല. പക്ഷേ രമേശിന്റെ കോഴി ഫാമിലെ ആ കാഴ്ച പുതുമയുള്ള ഒന്ന് തന്നെയാണ്. പഴയ മട്ടിലുള്ള ഡ്രിങ്കർ സംവിധാനം കോഴി ഫാമിനെ മലിനമാക്കുകയും
രോഗസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഒരേ വെള്ളപ്പാത്രത്തിൽ തന്നെ കോഴികൾ ചുണ്ട് നനയ്ക്കുന്നതും വെള്ളം നിലത്ത് വീണ് അറക്കപ്പൊടിയും കാഷ്ടവും നനഞ്ഞ് ഫാം മലിനമാകുന്നതുമാണ് കോഴികൾക്കുണ്ടാകുന്ന രോഗങ്ങൾക്ക് കാരണമായി തീരുന്നത്. നിപ്പിൾ സിസ്റ്റം എന്ന് പറഞ്ഞെങ്കിൽ അസുഖങ്ങൾ തീരെ ഇല്ലാണ്ടാക്കും. പിന്നെ ലേബർ വളരെ കുറയും. എന്നാൽ രമേശിന്റെ ഹൈടെക് കോഴി ഫാമിലെ നിപ്പിൾ ഡ്രിങ്കർ സംവിധാനം മാലിന്യ പ്രശ്നത്തെ ഫാമിന്റെ നിഘണ്ടുവിൽ നിന്ന് തന്നെ പുറത്താക്കിയെന്ന് പറയാം. നിപ്പിൾ ഡ്രിങ്കർ എന്ന നൂതന സാങ്കേതികതയിലൂടെ ഓരോ കോഴിക്കും പ്രത്യേകം ശുദ്ധജലം ലഭ്യമാകുന്നു. നിപ്പിൾ ഡ്രിങ്കറിൽ ചുണ്ടമർത്തുമ്പോൾ തുള്ളികളായാണ് വെള്ളം ലഭിക്കുന്നത്. വെള്ളം ഒട്ടും നിലത്ത് വീഴാതെ സൂക്ഷിക്കാൻ നിപ്പിളിന് താഴെ ഡ്രിപ്പ് കപ്പുമുണ്ട്. കോഴിയുടെ വളർച്ചയ്ക്കനുസരിച്ച് ജലലഭ്യത വർദ്ധിപ്പിക്കാനും PVC പൈപ്പിൽ ഘടിപ്പിച്ച ഡ്രിങ്കറിൽ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ തന്നെ ഉഷയുടെ മേൽനോട്ടമല്ലാതെ അധ്വാനത്തിന്റെ ആവശ്യകത വരുന്നില്ല. ഇതിനകത്ത് നിപ്പിളിൽ കൊടുക്കുമ്പോൾ വെള്ളം വളരെ കുറവ് വെള്ളം മതി. വെള്ളം നമുക്ക് ഗ്രൗണ്ടിൽ വീഴാനുള്ള വെള്ളമൊന്നും വരില്ല. അപ്പോൾ ഫാം എപ്പോഴും ബെസ്റ്റായിരിക്കും. അതായത് സ്മെല്ലുണ്ടാവില്ല. ഇവിടെ വെള്ളത്തിൽ ഈ ലിറ്ററിൽ വീണ് കഴിഞ്ഞാൽ സ്മെല്ല് വരും. പിന്നെ വെള്ളവും നമുക്ക് വളരെ കുറവ് മതി. വെള്ളം ഹൈജീനിക്കായിട്ട് കൊടുക്കാൻ പറ്റും. മാക്സിമം ഹൈജീനിക്കായിട്ട് കൊടുക്കാൻ പറ്റും. അതാണ് ഈ നിപ്പിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത.